കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു. അവൻ നിങ്ങളെ കാണുകയും നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഈശോ തൻ്റെ ഒരു ഹൃദയഭാരം അപ്പസ്തോലന്മാരുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഏതാനും നാളുകൾ ഈശോയുടെ കൂടെ നടന്ന അപ്പസ്തോലന്മാരെ ഈശോ തൻ്റെ പിതാവിനെ കുറിച്ചും താൻ എന്തിനാണ് വന്നതെന്നും ഒക്കെ അപ്പസ്തോലന്മാരോട് കൃത്യമായ സമയങ്ങളിൽ, ഇടവേളകളിൽ അവരറിയിക്കുന്നുണ്ടായിരുന്നു. യോഹന്നാൻ 10:30 നമ്മൾ വായിച്ചതാണ്. ഈശോ പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പം അങ്ങനെ ഒരു സംസാരത്തിൻ്റെ മധ്യത്തിലാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ നീ എങ്ങോട്ടാണ് പോകുന്നത്? അതിന് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഫിലിപ്പോസേ, ഇത്രയും നാള് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? ഇത് വല്ലാത്തൊരു ഭാരത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നതായിട്ട് നമുക്ക് ആ വചനഭാഗത്തിലൂടെ കടന്നു പോകും മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ ആണെങ്കിലും കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട ബന്ധമാണല്ലോ ദാമ്പത്യ ബന്ധങ്ങളിൽ, ഏതാനും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ചിലവരൊക്കെ പറയാറുണ്ട്, അച്ഛാ എനിക്ക് ഇപ്പോഴും അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എനിക്കിപ്പോഴും അത് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, പിടുത്തം കിട്ടുന്നില്ലെന്ന് പറയുന്നത്. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഇതുവരെ ഒരു പിടുത്തം കിട്ടുന്നില്ലെന്ന് പറയുന്നത്. വർഷങ്ങളായി, 10, 15, 20 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് പരസ്പരം അപരൻ്റെ കുറവിനെ, ബലഹീനതയെ, ബലമുള്ള മേഖലകളെ ഇതൊന്നും അറിയാതെ കടന്നു പോകുന്ന രീതിയിലേക്ക് ചില ദാമ്പത്യങ്ങൾ മാറാറുണ്ട്. വർഷങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ ഒടുവിലെത്തുമ്പോഴും ഒരു സന്തോഷവുമില്ല, സമാധാനമില്ല, ഐക്യമില്ലാത്ത ചില ദാമ്പത്യങ്ങൾ. ഇവിടെ ഏതാനും വർഷം ഈശോയുടെ കൂടെ നടന്നു. ഈശോ തൻ്റെ സംഭാഷണത്തിലുടനീളം തൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിതാവിൽ നിന്ന് വന്ന് പിതാവിലേക്ക് തിരികെ പോകും, അവിടെ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു ഈശോ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫിലിപ്പോസിന് ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ കരുതോ, ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നിട്ട് ഫിലിപ്പോസേ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് നിനക്ക് ഗ്രഹിക്കാൻ പറ്റണില്ലേ എന്ന് ഒരു ഭാരത്തോടുകൂടി ഈശോ ചോദിക്കുന്നതാണ് സുവിശേഷം നമ്മൾ കാണുക. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യം എന്നോടും നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കാൻ നിന്നു കൊടുക്കാത്തത് കൊണ്ടോ കേൾക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടോ ആണ്. മാമോദീസ സ്വീകരിച്ചതിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. ഇന്ന് വരെ പരിശുദ്ധാത്മാവിനുള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ.
ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ അന്നു മുതൽ ഇന്ന് വരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ. ഈശോയുടെ കൂടെ നടക്കുന്നവരും ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുമാണ്. എന്നിട്ടും ചില സമയങ്ങളിൽ നമ്മുടെ പ്രവൃത്തി കണ്ട ഈശോ ചോദിക്കുന്നുണ്ടാവും, നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ലേ? നിനക്ക് ഇപ്പോഴും എൻ്റെ സ്നേഹം മനസ്സിലായിട്ടില്ലേ? ഇപ്പോഴും ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ? ഇപ്പോഴും ഞാൻ ക്ഷമിക്കുമെന്ന് മനസ്സിലായിട്ടില്ലേ? ഇത്രയും നാളുകൾ ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോയിൽ വസിച്ചിട്ടും യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനുള്ള സകല സാധ്യതകൾ ദൈവം നമുക്ക് തന്നിട്ടും ഇപ്പോഴും ചില സമയത്ത് നമ്മുടെ ജീവിതം കാണുമ്പോൾ പക്ഷെ ദൈവം തന്നെ ചോദിക്കുന്നുണ്ടാവും, നീ എന്താ ഇങ്ങനെയൊക്കെ? നിനക്കെന്നെ മനസ്സിലാകുന്നില്ലേ? നീ എന്തിനാ ആകുലപ്പെടണം? ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്. നീ എന്തിന് ഇത്ര അസ്വസ്ഥപ്പെടണം? നീ എന്തിനു ഭയപ്പെടണം? യോഹന്നാൻ 14:1 ഈശോ പറയുന്ന അങ്ങനെയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഹൃദയം അസ്വസ്ഥപ്പെടുമ്പോൾ, വല്ലാതെ ആകുലപ്പെടുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? കൂടെ ഉണ്ടല്ലോ ഞാൻ. എത്ര വട്ടം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്, മരണം വരെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തേ നിനക്ക് ഇപ്പോഴും എന്നെ അറിഞ്ഞുകൂടെ? ഈശോ നിശ്ചയമായിട്ടും കർത്താവ് ചോദിക്കുന്നുണ്ടാവും. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഓരോ പ്രവൃത്തികളിലൂടെ കടന്നു പോകുമ്പോൾ, സത്യത്തെ നിഷേധിക്കുമ്പോൾ, യേശുവിനെ നിഷേധിക്കുമ്പോൾ, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനെ നിഷേധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിരാശയിൽ തുടരുമ്പോൾ, നിത്യജീവന്റെ ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാതെ ഒരാത്മാവ് കടന്നു പോകുമ്പോഴൊക്കെ, പാപം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും സന്തത സഹചാരിയായ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ലോകം മുഴുവനും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നുവെന്നും നിന്റെ മുറുമുറുപ്പ് പോലും ദൈവത്തിന്റെ കണ്ണുകളിൽ പെടാതെ പോകില്ല എന്നും പരിശുദ്ധാത്മാവ് ഇതെല്ലാം അറിയുന്നുവെന്ന് ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്റെ ഉള്ളിലുണ്ടല്ലോ, നിന്റെ വേദനകളിൽ നിന്റെ സങ്കടങ്ങളിൽ നിന്നെ സഹായിക്കാൻ ഞാനുണ്ടല്ലോ, നിത്യസഹായകനായി നിന്റെ ഉള്ളിൽ തന്നെ ഞാനുണ്ടല്ലോ. പുറത്തല്ല, നിന്റെ ഉള്ളിലുണ്ടല്ലോ. നിന്നെ ബലപ്പെടുത്താൻ, നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ നിന്നെ ബലപ്പെടുത്താൻ, നീ വീണു പോകുമ്പോൾ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, നീ തളരുന്ന അനുഭവങ്ങളിൽ നിനക്ക് ശക്തി തരാൻ, നിന്നെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നിന്റെ ഉള്ളിൽ ഞാനുണ്ടല്ലോ. ഇത്രയും നാൾ ഞാൻ നിന്റെ ഉള്ളിൽ വസിച്ചിട്ട് നിനക്കത് മനസ്സിലായില്ലേ? ഇത് പരിശുദ്ധാത്മാവ് ഉറപ്പാടും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഈശോ പീലിപ്പോസിനോട് ചോദിച്ചു, പീലിപ്പോസേ, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇതൊന്നും ഞാൻ സ്വമേധയെ ചെയ്യുന്നതല്ല, എൻ്റെ പിതാവ് എനിക്ക് തന്ന ശക്തി കൊണ്ടും പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട്, എൻ്റെ പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഈശോ നിരന്തരം തൻ്റെ പിതാവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പീലിപ്പോസിന് മനസ്സിലായില്ല. അപ്പം എത്രമാത്രം ഭാരം ഈശോ അനുഭവിച്ചിട്ടുണ്ടാകും. അതേ ഭാരമാണ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഇത്രമാത്രം എന്നെ തന്നെ ബലിയായി നൽകി നിന്നെ സ്നേഹിക്കാൻ ഞാൻ കടന്നു വരുമ്പോൾ, നിന്റെ വിളി, നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമൊക്കെ സ്നേഹിക്കുക എന്നതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് ഒരുപക്ഷെ ദിവ്യകാരുണ്യം നമ്മളോട് ചോദിക്കുന്നുണ്ടാവും. നമ്മളിലേക്ക് കടന്നു വരുന്ന ഈശോ നിശ്ചയമായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, മോനെ, നിന്റെ വിളി സ്നേഹിക്കുക എന്നതിലും കുറഞ്ഞതൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിശ്ചയമായിട്ടും ഈശോ ദിവ്യകാരുണ്യമായി, സ്നേഹമായി, ദൈവത്തിൻ്റെ കരുണയായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ടാവും. ഈ ചോദ്യം കേൾക്കാൻ ഫിലിപ്പോസ് കേട്ടതുപോലെ ഈശോ പറയുന്നത് കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ തുറന്നു തരണമേ എന്നും നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഈ സ്നേഹത്തിൻ്റെ ആഴം അറിയാൻ, ഈ സ്നേഹത്തിൻ്റെ വലിപ്പവും വീതിയും നീളവും ഉയരമൊക്കെ അറിയാനും അനുഭവിക്കുവാനും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ തുറന്നു തരണമേ എന്ന് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.